ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഓഗസ്റ്റ് മാസത്തിൽ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 22 10th പ്രിലിംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ VFAയുടെ എക്സാം ഒരു മാസങ്ങളിൽ വരുന്നുണ്ട്. അതിനൊക്കെ ഉപകാരപ്രദമാകുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം ഇറങ്ങിയ തൊഴിൽ വാർത്തേൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷനിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ നേരിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. ദേശീയ ഗീതം, ദേശീയ ഗാനം എന്നിവയുടെ ആലാപനവുമായി ബന്ധപ്പെട്ട പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. ഇതുപ്രകാരം ആദ്യം ആലപിക്കേണ്ടത് ഏതാണ്? അതായത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം, അതായത് സർക്കാരിൻ്റെ പൊതുപരിപാടികളിൽ നമ്മുടെ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ ആലപിക്കേണ്ടത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ദേശീയ ഗീതമാണ്. നമ്മുടെ വന്ദേമാതരമാണ് ആദ്യം ആലപിക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ടത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദേശീയ ഗീതമായ വന്ദേമാതരത്തിൻ്റെ 3 മിനിറ്റും 10 സെക്കൻഡും നീളുന്ന മുഴുവൻ ഖണ്ഡങ്ങളും ആദ്യം ആലപിക്കണം. പിന്നാലെ 52 സെക്കൻഡ് നീളുന്ന ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കണം. വരികൾ, ഉച്ചാരണം, ഭാഷാശുദ്ധി എന്നിവ കൃത്യമായിരിക്കണം. വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഇരുമ്പ് ശ്വാസകോശം ഉപയോഗിച്ചിരുന്ന അവസാന പോളിയോ ബാധിത US-ൽ അടുത്തിടെ അന്തരിച്ചു. ഇവരുടെ പേര്? ഉത്തരം മാർത്ത ലില്ലാർട്ടാണ്. ഒക്ലഹോമ, അതായത് US-ലെ ഒക്ലഹോമ സ്വദേശിയായ മാർത്ത ലില്ലാട്ട് ജൂൺ 26 അന്തരിച്ചത്. 78 വയസ്സായിരുന്നു. രോഗിയുടെ ശിരസ്സൊഴികെയുള്ള മുഴുവൻ ശരീരവും ഉൾക്കൊള്ളുന്ന വായു കടക്കാതെ വലിയ ലോഹ സിലിണ്ടർ വഴിയാണ് 5-ാം വയസ്സ് മുതൽ മാർത്തയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. 1927 ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഫിലിപ്പ് ഡ്രിങ്കറും ലൂയിഷായും ചേർന്നാണ് ഇരുമ്പ് ശ്വാസകോശം വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, 2026 ജൂലൈ 1 രാജ്യമാകെ നിലവിൽ വന്ന VBG റാംജി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഉത്തരം മുക്കാവരിപ്പള്ളിയാണ്. അതായത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലുള്ള മുക്കാവരിപ്പള്ളിയിലാണ് ഇത് നടന്നത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായുള്ള തൊഴിൽ പദ്ധതിയാണിത്. ജുറാസിക് പാർക്ക്, അടുത്ത ചോദ്യമാണ്. ജുറാസിക് പാർക്ക് ത്രയം ഉൾപ്പെടെയുള്ള സിനിമകളിലൂടെ പ്രശസ്തനായ ന്യൂസിലൻഡ് നടൻ ജൂലൈ 13 അന്തരിച്ചു. പേരെന്താണ്? ഉത്തരം സാം നീലാണ്. ജുറാസിക് പാർക്ക് ത്രയം ഉൾപ്പെടെയുള്ള സിനിമകളിലൂടെ പ്രശസ്തനായ ന്യൂസിലൻഡ് നടൻ ജൂലൈ 13 അന്തരിച്ചു. പേരെന്താണ്? സാം നീലാണ്. 78 വയസ്സായിരുന്നു. 1993 ജുറാസിക് പാർക്കിൽ അദ്ദേഹം അവതരിപ്പിച്ച പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഡോക്ടർ അലൻ ഗ്രാൻഡ് എന്ന കഥാപാത്രം പ്രശസ്തമാണ്. കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ഡോക്ടർ അലൻ ഗ്രാൻഡ്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ ജൈവവൈവിധ്യ പൈതൃക ഇടമായി പ്രഖ്യാപിച്ച ബോർജുലി തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം അസമാണ്. ബോർജുലി തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. അസമാണ്. നെല്ലിൻ്റെ പൂർവിക ഇനമായ ഒറീസ റുഫിപോഗോൺ എന്ന കാട്ടുനെല്ല് സ്വാഭാവികമായി വളരുന്ന പ്രദേശമാണിത്. ഇതിൻ്റെ സംരക്ഷണത്തിനായാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. പേരെന്താണ്? ഉത്തരം വിക്രം 1. വളരെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്താദ്യമായി സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. പേരെന്താണ്? വിക്രം 1. അതായത് അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്ഥാപനമാണ് റോക്കറ്റ് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് റോക്കറ്റിന് വിക്രം എന്ന് പേര് നൽകിയത്. ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ള രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് കൂടിയാണിത്. 350 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിക്കാവുന്ന തരത്തിലാണ് ഘടന.
പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റ് 15 മിനിറ്റും 46 സെക്കൻഡും കൊണ്ടാണ് ദൗത്യം പൂർത്തീകരിച്ചത്. എത്ര മിനിറ്റും സെക്കൻഡുമാണ്? 15 മിനിറ്റും 46 സെക്കൻഡും കൊണ്ടാണ് ദൗത്യം പൂർത്തീകരിച്ചത്. ഇതോടെ സ്വകാര്യമായി വിക്ഷേപിച്ച റോക്കറ്റിലൂടെ വിക്ഷേപണ വിജയം കൈവരിക്കുന്ന ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ISROയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസിൻ്റെ സഹകരണത്തോടെയാണ് ദൗത്യത്തിൻ്റെ പേര് മിഷൻ ആഗമൻ എന്നാണ്. അടുത്ത ചോദ്യം, സ്ത്രീ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി ദുർഗ സ്ക്വാഡ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാളാണ്. അതായത് മോട്ടോർ ബൈക്കുകളിൽ സഞ്ചരിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തി സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ ഇന്ത്യയുടെ 98ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ എസ് അശ്വന്ത് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാടാണ്. അടുത്ത ചോദ്യം, ലോക യുവജന നൈപുണ്യ ദിനം എന്നാണ്? അതായത് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ എന്നാണ്. ജൂലൈ 15 പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ സിനിമാ പുരസ്കാരമാണ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, അതായത് ഇപ്പോൾ നൽകിയത് 72ാമത് ദേശീയ സിനിമാ പുരസ്കാരമാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഭ്രമയുഗത്തിലൂടെ എത്രാമത്തെ തവണയാണ് മമ്മൂട്ടിക്കാണ് ലഭിച്ചതെന്നറിയാം. എത്രാമത്തെ തവണയാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത് മികച്ച നടനുള്ള? 4ാം തവണയാണ് കേട്ടോ. 4ാം തവണയാണ്. 1989 ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ എന്നിവയിലൂടെ ആദ്യ പുരസ്കാരം നേടി. 1994 വിധേയൻ, പോത്തൻമാട എന്നിവയിലൂടെ 2ാമത്തെ പുരസ്കാരം. 2000 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലൂടെ 3ാമതും ജേതാവായി. ചന്തു ചാമ്പനിലെ, അതായത് ഹിന്ദി ചിത്രമായ ചന്തു ചാമ്പനിലെ കാർത്തിക് ആര്യനൊപ്പമാണ് മമ്മൂട്ടി 2026 മികച്ച നടനുള്ള രജത കമലം പങ്കിട്ടത്. അതായത് 2026 മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്കുണ്ട്. അത് ചന്തു ചാമ്പ്യൻ, ഹിന്ദി സിനിമയായ ചന്തു ചാമ്പ്യനിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനൊപ്പമാണ് മമ്മൂട്ടി ഷെയർ ചെയ്തത് ഈ അവാർഡ്. മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണ കമലം ആദിത്യ സുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 കിട്ടി. അതായത് മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണ കമലം ആദിത്യ സുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ ആർട്ടിക്കിൾ 370 നേടി. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിക്കുള്ള രജത കമലം നേടി. യാമി ഗൗതമാണ് മികച്ച നടി. സിനിമ ഏതാണ്? ആർട്ടിക്കിൾ 370. മികച്ച സിനിമ ആർട്ടിക്കിൾ 370 ആണ്. സംവിധാനം ചെയ്തത് ആദിത്യ സുഹാസ് ജംബാലെ. അടുത്ത ചോദ്യം, ARM എന്ന ചിത്രത്തിലെ അങ്ങുവാണ കോണില് എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി മാറി. മികച്ച ഗായകൻ ആരാണ്? അഭയ് ജോധ്പുർക്കറാണ്. ഗരത് ഗണപതിയിലൂടെ കേട്ടോ. അഭയ് ജോധ്പുർക്കറാണ്. ഷെഹനാദ് ജലാൽ, ഭ്രമയുഗം ആണ് മികച്ച ഛായാഗ്രഹൻ. മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു അവാർഡാണ്. അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു വെക്കണം. മികച്ച ഛായാഗ്രഹനായി ദേശീയ അവാർഡിൽ വന്നത് ഷെഹനാദ് ജലാലാണ്. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹനാണ് ഷെഹനാദ് ജലാലാണ്. മലയാളി സംവിധായകൻ ജയരാജ് ആയിരുന്നു ജൂറി ചെയർമാൻ. അതായത് ഈ അവാർഡ് പ്രഖ്യാപിച്ച ഫീച്ചർ ഫിലിമിൻ്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ജയരാജാണ്, മലയാളിയാണ്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചത്. 2026 പ്രഖ്യാപിച്ചത്. പക്ഷേ നമ്മുടെ ദേശീയ അവാർഡ് എപ്പോഴും 2 വർഷം പുറകിലോട്ടാണ് ഓടുന്നത്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചത്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിച്ചത്. നേരത്തെ നമ്മളൊരു ചോദ്യം പറഞ്ഞിരുന്നു അല്ലേ, ലോക യുവജന നൈപുണ്യ ദിനം, വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ എന്നായിരുന്നു. ജൂലൈ 15 ഈ 2026 ഇതിൻ്റെ പ്രധാനപ്പെട്ട ദിനാചരണ വിഷയം എന്തായിരുന്നു? സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചറാണ് കേട്ടോ. സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചറാണ്. അടുത്ത ചോദ്യം, ജൂലൈ 17 അന്തരിച്ച ക്രിക്കറ്റ് ഇതിഹാസം ഗാരി സോബേഴ്സ് 89 വയസ്സായിരുന്നു. ഏത് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ്? ജൂലൈ 17 അന്തരിച്ച ക്രിക്കറ്റ് ഇതിഹാസം ഗാരി സോബേഴ്സ് ഏത് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ്? ഉത്തരം വെസ്റ്റ് ഇൻഡീസ് ആണ്.
1965 മുതൽ 1972 വരെ നായക ചുമതല വഹിച്ചു. ക്യാപ്റ്റനായിരുന്നു 65 മുതൽ 72 വരെ. 58-ൽ പാകിസ്ഥാനെതിരെ പുറത്താകാതെ നേടിയ 365 റൺസ് 36 വർഷം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോറായി നിലനിന്നിരുന്നു. 1994-ൽ ബ്രെയിൻ ലാറയാണ് ഈ റെക്കോർഡ് തകർത്തത്. ബ്രെയിൻ ലാറ എത്ര അടിച്ചു? 400 അടിച്ചല്ലേ. അതുവരെ 36 വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത വ്യക്തി എന്നുള്ള റെക്കോർഡ് സൂക്ഷിച്ചത് ആരാണ്? അന്തരിച്ചു പോയ ഗാരി സൊബേഴ്സാണ്, മുൻ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ. 365 റൺസ് 36 വർഷം എടുത്തു ആ റെക്കോർഡ് തകർക്കാൻ. ബ്രെയിൻ ലാറ എടുത്തു 400 റൺസ് അല്ലേ. 1994-ലാണ് ബ്രെയിൻ ലാറ 400 റൺസ് എടുത്തത്. ഗാരി സൊബേഴ്സ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? മൈ ഓട്ടോബയോഗ്രഫിയാണ്. പഠിക്കാൻ എളുപ്പമാണ്. മൈ ഓട്ടോബയോഗ്രഫി എന്നാണ് ഗാരി സൊബേഴ്സിൻ്റെ ആത്മകഥയുടെ പേര്. ക്രിക്കറ്റ് പ്രമേയമാക്കിയ കുട്ടികളുടെ നോവലായ ബൊണാവെഞ്ചർ ആൻഡ് ദ ഫ്ലാഷിംഗ് ബ്ലേഡ് ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചു. പ്രധാനമാണ്. ക്രിക്കറ്റ് പ്രമേയമാക്കിയ കുട്ടികളുടെ നോവലായ ബൊണാവെഞ്ചർ ആൻഡ് ദ ഫ്ലാഷിംഗ് ബ്ലേഡ് ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. ദ മാൻ വു വാക്ക്ഡ് ഔട്ട് ഓഫ് ദ സൺ, എ ലൈഫ് ടൈം ഓഫ് സമ്മേഴ്സ് വിത്ത് ഗാരി സോബേഴ്സ് പ്രശസ്തമായ ജീവചരിത്രമാണ്. ഡക്കൻ ഹാമിൽട്ടൺ ആണ് രചയിതാവ്. ദ മാൻ വു വാക്ക്ഡ് ഔട്ട് ഓഫ് ദ സൺ, എ ലൈഫ് ടൈം ഓഫ് സമ്മേഴ്സ് വിത്ത് ഗാരി സോബേഴ്സ് പ്രശസ്തമായ ജീവചരിത്രമാണ്. ഡക്കൻ ഹാമിൽട്ടൺ ആണ് രചയിതാവ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി ജൂലൈ 17-ന് ഓടിത്തുടങ്ങിയത് എവിടെ നിന്നാണ് എവിടേക്കാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചിരിക്കണം, പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവരുത്. ഹരിയാനയിലെ സിന്ധ് സോനിപത്ത് പാതയിൽ. ഹരിയാനയിലെ സിന്ധ് സോനിപത്ത് പാതയിൽ. ഈ ഹൈഡ്രജൻ തീവണ്ടിയുടെ പേര് നമോ ഗ്രീൻ റെയിൽ എന്നാണ്. ഈ ഹൈഡ്രജൻ തീവണ്ടിയുടെ പേര് നമോ ഗ്രീൻ റെയിൽ എന്നാണ്. വായു ശബ്ദ മലിനീകരണം തീരെയില്ലാത്ത തീവണ്ടിയിൽ 682 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. വായു ശബ്ദ മലിനീകരണം തീരെയില്ലാത്ത തീവണ്ടിയിൽ 682 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. ഒരേ സമയം 2600 പേർക്ക് സഞ്ചരിക്കാനുമാകും. വേഗം മണിക്കൂറിൽ 75 കിലോമീറ്റർ ആണെങ്കിലും 120 കിലോമീറ്റർ വേഗം കൈവരിക്കാം. ടിക്കറ്റ് നിരക്ക് 5 രൂപ മുതൽ 25 രൂപ വരെ. വാണിജ്യ ഹൈഡ്രജൻ യാത്രാ തീവണ്ടികൾ ആദ്യമായി അവതരിപ്പിച്ചത് 2018-ൽ ജർമ്മനിയാണ്. ശ്രദ്ധിക്കണം, വാണിജ്യ ഹൈഡ്രജൻ യാത്രാ വണ്ടി ആദ്യമായി അവതരിപ്പിച്ചത് 2018-ൽ ജർമ്മനിയാണ്. ഫ്രാൻസ്, ജപ്പാൻ, ചൈന, US എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിൽ 5ാമതായി ഇന്ത്യയും ആ ശ്രേണിയിലെത്തി. വാണിജ്യ ഹൈഡ്രജൻ യാത്രാ വണ്ടി അവതരിപ്പിക്കുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യ രാജ്യം ജർമ്മനിയാണ്. പിന്നീട് ഫ്രാൻസ്, ജപ്പാൻ, ചൈന, US എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയും 5ാമതായ ശ്രേണിയിലെത്തിയിരിക്കുകയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹർജിത് സിംഗ് ഗ്രവാൾ ആണ്. പഞ്ചാബിൽ നിന്നുള്ള ഹർജിത് സിംഗ് ഗ്രവാൾ ആണ്. എസ് മുനവറി ബീഗം, തമിഴ്നാട്ടിൽ നിന്നുള്ള എസ് മുനവറി ബീഗമാണ് വൈസ് ചെയർപേഴ്സൺ. അതായത് നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രവാളിനെ നിയമിച്ചു. പഞ്ചാബ് സ്വദേശിയാണ്. വൈസ് ചെയർമാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള എസ് മുനവറി ബീഗത്തെ നിയമിച്ചു. അടുത്തത് നമ്മുടെ തൊഴിൽ വാർത്തയുടെ സപ്ലിമെൻ്റായ ഹരിശ്രീയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. സാരാനാഥ് ലോക പൈതൃക കേന്ദ്ര പട്ടികയിൽ, പ്രധാനപ്പെട്ടതാണ്, സാരാനാഥ് ലോക പൈതൃക കേന്ദ്ര പട്ടികയിൽ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ 48ാമത് സെഷനിൽ ഉത്തർപ്രദേശിലെ പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥിനെയും ഗ്രീസിലെ ഒളിമ്പസ് പർവ്വതത്തെയും ലോക പൈതൃക കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയിലെ 45ാമത് ലോക പൈതൃക കേന്ദ്രമാണ് സാരനാഥ്. ഇന്ത്യയിൽ എത്രാമത്തെയാണ്? 45ാമത്തെ പൈതൃക കേന്ദ്രമാണ് സാരനാഥ്. ഉത്തർപ്രദേശിലെ 4ാമത്തേതും. 1998-ൽ സാരനാഥിനെ യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. താൽക്കാലികമായി 98-ൽ ഉൾപ്പെടുത്തിയിരുന്നു. പെർമനൻ്റായി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ 2026-ലാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഒളിമ്പ്യൻ ദേവന്മാരുടെ ഭവനം എന്ന നിലയിൽ പ്രശസ്തമായ ഒളിമ്പസ് പർവ്വതത്തിന് 2918 മീറ്റർ ഉയരമുണ്ട്. അതായത് നമ്മുടെ സാരനാഥിനൊപ്പം പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് നമ്മുടെ ഗ്രീസിലെ ഒളിമ്പസ് പർവ്വതം അല്ലേ. അതിന് 2918 മീറ്റർ ഉയരമുണ്ട്. മിശ്രിത സാംസ്കാരിക പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് ഒളിമ്പസ് പർവ്വതത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിശ്രിത സാംസ്കാരിക പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് ഒളിമ്പസ് പർവ്വതത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, KS അച്യുതാനന്ദന് ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഒരു അറിവാണ്, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. KS അച്യുതാനന്ദന് ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം.
കെ സച്ചിദാനന്ദനും സന്തോഷ് എച്ചിക്കാനത്തിനും 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2026 ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും സന്തോഷ് എച്ചിക്കാനത്തിനും ലഭിച്ചു. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ മിസാറു എന്ന പുസ്തകത്തിന് ഉല്ലല്ല ബാബു സ്മാരക സാഹിത്യ പുരസ്കാരവും കെ സച്ചിദാനന്ദൻ്റെ പുഴുവായിരുന്നു ഞാൻ എന്ന കൃതിക്ക് PK ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരവും ലഭിച്ചു. പഴമൊഴി പുതുമ എന്ന ശ്രീജിത്ത് പെരുത്തച്ഛൻ്റെ കൃതിക്ക് KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരവും ലഭിച്ചു. 21,000 രൂപയും പ്രശസ്തപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ലോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഓണേഴ്സ് ബോർഡിൽ ഇടം നേടിയ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ക്രാന്തി ഗൗഡാണ് കേട്ടോ, ക്രാന്തി ഗൗഡാണ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയ വനിതാ താരം, ഇന്ത്യയുടെ അഭിമാന താരം PV സിന്ധു അല്ലേ, PV സിന്ധു. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? KM ചന്ദ്രശേഖർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ആരാണ്? നമ്മുടെ കേരളത്തിലെ കോട്ടയത്തിലുള്ള പാലാ നഗരസഭ അധ്യക്ഷ ദിയ ബിനു. ഇന്ത്യയിൽ ആദ്യമായി പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗിൽ, അതായത് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷി താരം ആരാണ്? അനീഷ് പി രാജൻ. 2026 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വേഴുവാണ്. വള്ളം തൊഴിയുന്ന വേഴാമ്പൽ, പഠിച്ചു വെക്കണേ, വേഴുവാണ്. 2026 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വേഴുവാണ്, വള്ളം തൊഴിയുന്ന വേഴാമ്പൽ. 2026 ഭരത് മുരളി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 2026 ഭരത് മുരളി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2025 സാമ്പത്തിക വർഷം രാജ്യത്ത് ഏറ്റവും അധികം പാസ്പോർട്ടുകൾ അനുവദിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. 2025 സാമ്പത്തിക വർഷം രാജ്യത്തെ ഏറ്റവും അധികം പാസ്പോർട്ടുകൾ അനുവദിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ തുമ്പി ഇനം ഏതാണ്? ലെസ്റ്റസ് പലോട്ടിയാണ്. അടുത്തിടെ ഏത് രാജ്യം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്? ദ്രൗപദി മുർമു. ഉത്തരം വടക്കൻ മാസഡോണിയ. അടുത്തിടെ ഏത് രാജ്യം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്? ദ്രൗപദി മുർമു, വടക്കൻ മാസഡോണിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ വെയ്റ്റ് AI മോഡൽ? ഉത്തരം കീമി K3. ഇനി വിട പറഞ്ഞ പ്രമുഖരായ വ്യക്തികളെ ഓർക്കുകയാണ്. ആരൊക്കെയാണ്? ഹിരാസ് സിംഗ് ബിഷ്ട്. കോൺഗ്രസ് നേതാവും ഉത്തരാഖണ്ഡ് മുൻ മന്ത്രിയുമായ ഹിരാസ് സിംഗ് ബിഷ്ട് അന്തരിച്ചു. 3 തവണ MLA ആയിരുന്നു. 1985 ഡെഹ്റാഡൂൺ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു. NT തിവാരിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരാഖണ്ഡ് സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വ്യോമസേന കരുത്തിൽ ഇന്ത്യ മൂന്നാമത്. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തുവിട്ട 2026 ഗ്ലോബൽ എയർ പവർ റാങ്കിങ് ചൈനയെ പിന്തള്ളി ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തി. വ്യോമസേന കരുത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്ത്. സേനയുടെ ആധുനികീകരണം, യുദ്ധസന്നദ്ധത, ലോജിസ്റ്റിക്സ് പിന്തുണ, ആക്രമണ പ്രതിരോധ ശേഷികൾ എന്നിവ അളക്കുന്ന ട്രൂ വാല്യൂ റേറ്റിംഗ് അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് 1-ാം സ്ഥാനവും റഷ്യൻ എയർഫോഴ്സ് 2-ാം സ്ഥാനവും നേടി. 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം റഷ്യ. US-ന്റെ നേവി, ആർമി തുടങ്ങിയ വിവിധ ഏവിയേഷൻ വിഭാഗങ്ങളെ പ്രത്യേകമായി ഉൾപ്പെടുത്തിയാൽ മൊത്തം പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്താണ് വരുന്നത്. എന്നാൽ ദേശീയ വ്യോമസേനകളെ മാത്രം പരിഗണിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിൽ 3-ാമതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ആഗോള പരിസ്ഥിതി സൂചികയിൽ ഇന്ത്യ 176-ാമത്. 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യ 176-ാം സ്ഥാനത്ത്. 177 രാജ്യങ്ങളുടെ പരിസ്ഥിതി പ്രകടന സൂചികയിലാണ് ഇന്ത്യ പുറകോട്ട് പോയിരിക്കുന്നത്. അമേരിക്കയിലെ യേൽ, കൊളംബിയ എന്നീ സർവകലാശാലകളിലെ ഗവേഷകർ ചേർന്ന് തയ്യാറാക്കിയ ഈ സൂചിക ലോകരാജ്യങ്ങളുടെ പരിസ്ഥിതി ആരോഗ്യം, ആവാസ വ്യവസ്ഥാ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള നടപടികൾ എന്നിവ വിലയിരുത്തിയാണ് തയ്യാറാക്കുന്നത്. നഗരങ്ങളിലെ കടുത്ത വായുമലിനീകരണം, ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ആവാസ വ്യവസ്ഥാ പരിപാലനത്തിലുമുള്ള പോരായ്മകൾ, വനനാശനവും അനധികൃത ഖനനങ്ങളും, ഉയർന്ന തോതിലുള്ള ഹരിതഗൃഹ വാതക ഉദ്യമനം എന്നിവയാണ് റാങ്കിങ്ങിൽ ഇന്ത്യയെ പിന്നോട്ടടിച്ചത്. 177 രാജ്യങ്ങളുടെ പരിസ്ഥിതി പ്രകടന സൂചികയിൽ നമുക്ക് 176-ാം സ്ഥാനം. എന്താ ചെയ്യുക അല്ലേ? അടുത്ത വാർത്ത നിക്ഷേപക സൗഹൃദ സൂചികയിൽ കേരളം 17-ാം സ്ഥാനത്ത്.
അധിക പട്ടികയിലും കേരളം ആദ്യത്തെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ആദ്യത്തെ 5-ൽ ഉണ്ടാകുമ്പോൾ നിക്ഷേപക സൗഹൃദ സൂചികയിൽ കേരളം 17-ാം സ്ഥാനത്ത്. നീതി ആയോഗ് പുറത്തുവിട്ടാണ് കേട്ടോ. കേന്ദ്ര നീതി ആയോഗ് പുറത്തുവിട്ട പ്രഥമ നിക്ഷേപക സൗഹൃദ സൂചികയിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംയുക്ത പട്ടികയിൽ കേരളം 17-ാം സ്ഥാനത്ത്. എന്നാൽ സംസ്ഥാനങ്ങൾ മാത്രം പരിഗണിച്ചുള്ള പട്ടികയിൽ കേരളം 15-ാം സ്ഥാനത്താണ് ഉള്ളത്. രാജ്യത്തെ വലിയ 17 സംസ്ഥാനങ്ങളുടെ പ്രത്യേക പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ ആകെ സ്കോർ 100-ൽ 46.6 ആണ് കേട്ടോ. സ്കോർ 45 മുതൽ 50 വരെയുള്ള രാജ്യത്തെ ഫ്രണ്ട് റണ്ണേഴ്സ് എന്ന 2-ാം നിരയിലാണ് കേരളം ഉൾപ്പെട്ടിരിക്കുന്നത്. 56.6 സ്കോറോടെ ഗുജറാത്താണ് പട്ടികയിൽ 1-ാമത് കേട്ടോ. നിക്ഷേപക സൗഹൃദ സൂചികയിൽ 1-ാം സ്ഥാനം ഗുജറാത്താണ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്രയും, 3-ാം സ്ഥാനം തമിഴ്നാടുമാണ് കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ്? വിശ്വനാഥ് ആനന്ദ്, ഫിഡെയുടെ ഇടക്കാല പ്രസിഡന്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ചെസ് ഇതിഹാസം ലോകം അറിയപ്പെടുന്ന വിശ്വനാഥ് ആനന്ദ് ഫിഡെയുടെ ഇടക്കാല പ്രസിഡന്റ്. ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ്റെ ഫിഡെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് നിലവിലെ പ്രസിഡന്റ് അർക്കാഡി ദോർക്കോവിച്ച് താൽക്കാലികമായി സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് 5 തവണ ലോക ചാമ്പ്യനായ ആനന്ദ് ചുമതല ഏറ്റെടുത്തത്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ വ്യക്തി ഫിഡെയുടെ ഇടക്കാല പ്രസിഡന്റ് ആവുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഫിഡെ ചാർട്ടർ പ്രകാരമാണ് ഡെപ്യൂട്ടി പ്രസിഡന്റായ ആനന്ദ് പ്രസിഡന്റായത്. അതായത് ഫിഡെയുടെ ചാർട്ടർ പ്രകാരം പ്രസിഡന്റ് ഒഴിഞ്ഞു പോയാൽ താൽക്കാലികമായി അത് ഫില്ല് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി പ്രസിഡന്റ് ചുമതലയാണ്. അപ്പോൾ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആണ് ഓൾറെഡി വിശ്വനാഥ് ആനന്ദ്. അങ്ങനെ അദ്ദേഹം ഫിഡെയുടെ, അതായത് നമ്മുടെ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂഷൻ മാഗ്നറ്റ് ചൈനയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂഷൻ മാഗ്നറ്റിൻ്റെ പരീക്ഷണം ചൈനയിൽ വിജയകരമായി പൂർത്തിയാക്കി. ടൊറോയിഡൽ ഫീൽഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് കാന്തവും ഉയർന്ന താപനിലയുള്ള സൂപ്പർ കണ്ടക്റ്റിംഗ് സെൻട്രൽ സോളിനോയിഡ് കോയിലുമായിരുന്നു പരീക്ഷിച്ച സംവിധാനങ്ങൾ. ടൊറോയിഡൽ ഫീൽഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് കാന്തം ഇംഗ്ലീഷ് അക്ഷരം ഡി ആകൃതിയിലുള്ള ഒരു ഘടനയാണ്. ഇതിന് 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 582 ടൺ ഭാരവുമുണ്ട്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്യൂഷൻ റിയാക്ടർ സൂപ്പർ കണ്ടക്റ്റിംഗ് കാന്തമാണിത്. 2030 ഫ്യൂഷൻ പവർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചൈനയുടെ പദ്ധതിയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിത്. ഫ്യൂച്ചർ ലക്ഷ്യമാക്കി ചൈന ഒരു പ്രധാന നാഴികക്കല്ലാണ് ചൈന ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂഷൻ മാഗ്നറ്റ് ചൈന വിജയകരമായി പരീക്ഷണത്തിലൂടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് മുഴുവൻ കണ്ടൊരാൾക്ക് ഉറപ്പായും 2026 വരാൻ പോകുന്ന പരീക്ഷയ്ക്ക്, 2027 വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉറപ്പായും ഇത് ഉപകരിക്കുമെന്നുള്ളൊരു തർക്കവുമില്ല. നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാവരോടും നന്ദി.